നമസ്കാരം. ജൂൺ 4-നെ ഓർത്ത് ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ആശങ്കയുള്ളവരാണ് ഓരോ നിമിഷവും BJP തോൽക്കുമെന്ന് സ്വയം പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നത്. 0 മുതൽ നിന്നും 1980-ൽ തുടങ്ങിയ പ്രയത്നം, അതായത് 44 വർഷത്തെ കൃത്യമായ സംഘടനാ പ്രവർത്തനം തന്നെയാണ് 0-ൽ നിന്നും ഉയർന്ന 10, 100, 300 ഒക്കെ എത്തിയത്. ഇന്ന് ആ പ്രസ്ഥാനം പറയുന്നു 300, 400 ആവും എന്ന്. ആ പറഞ്ഞത് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തികളാണ്. ആ വാക്കിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയുമോ ഈ പാർട്ടിയുടെ ചരിത്രം, BJPയുടെ ചരിത്രം? പാർട്ടിക്ക് ഒരു പേര് വേണം. എന്ത് പേര് നൽകും? 1980-ന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ നേരിടാൻ ജയപ്രകാശ് നാരായണന്റെ അനുഗ്രഹാശിസ്സോടെ ആരംഭിച്ച ജനതാ പാർട്ടി പിളർന്നു കഴിഞ്ഞിരുന്നു. RSS അംഗത്വം വേണോ എന്ന, ജനതാ പാർട്ടി അംഗത്വം വേണമോ എന്ന ചോദ്യത്തിൽ അന്തസ്സുള്ള ഹിന്ദുത്വവാദികൾ അധികാരം ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് RSS മതിയെന്ന് ഉറക്കെ പറഞ്ഞ് പാർട്ടി വിട്ടു. പുതിയൊരു പാർട്ടിക്ക് രൂപം നൽകാൻ കൂടിയ യോഗത്തിലാണ് പാർട്ടിയുടെ പുതിയ പേര് എന്താകണമെന്ന ചർച്ച ഉയരുന്നത്. ഭാരതീയ ജന സംഘ് പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന പാർട്ടിയുടെ പേരായി യോഗത്തിൽ കൂടിയിരിക്കുന്നവരിൽ ചിലർ ഈ പേര് നിർദ്ദേശിച്ചു. ജനസംഘവുമായി നമുക്കുള്ള ബന്ധം ആ പേരിലൂടെ വ്യക്തമാകുമെന്ന് അവർ കരുതി. ചർച്ചകൾക്കൊടുവിൽ അവസാന വാക്ക് വന്നതുപോലെ അടൽജിയുടെ പക്കൽ നിന്നായിരുന്നു. ഭാരതീയ ജനസംഘം എന്ന പേര് ജനസംഘവുമായി നമ്മുടെ ബന്ധം ഓർമ്മിപ്പിക്കാൻ കഴിയും എന്നത് വാസ്തവം തന്നെ. പക്ഷേ ആദ്യമായി അധികാരത്തിന്റെ ഭാഗമാകാൻ നമുക്ക് വഴിയൊരുക്കിയ ജനതാ പാർട്ടിയെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ജനതാ പാർട്ടിയെയും ജനസംഘത്തെയും ഒരുപോലെ ഓർക്കാൻ കഴിയുന്ന ഒരു പേര് ഞാൻ നിർദ്ദേശിക്കാം: ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനസംഘത്തിന്റെ ഭാരതീയവും ജനതാ പാർട്ടിയുടെ ജനതാ പാർട്ടിയും ചേർത്ത അടൽജി നിർദ്ദേശിച്ച പേര് എല്ലാവർക്കും സ്വീകാര്യമായി. അങ്ങനെ 1980 ഏപ്രിൽ 6-ന് ഇന്ദ്രപ്രസ്ഥത്തിലെ ഷിരോഷ കൊട്ട്ല ഗ്രൗണ്ടിൽ 3500 പേരടങ്ങുന്ന പാർട്ടി അണികൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ നിയതിയെ എന്നേക്കുമായി വഴിതിരിച്ച പ്രസ്ഥാനം രൂപപ്പെട്ടു. ആദ്യ പ്രസിഡന്റായി അടൽജി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലാൽകൃഷ്ണ അദ്വാനി, സിക്കന്ദർ ബട്ട്, സൂരജ് ബാൻ എന്നിവർ ആദ്യ ജനറൽ സെക്രട്ടറിമാരായി ചുമതലയേറ്റു. പാർട്ടിക്ക് പുതിയൊരു ചിഹ്നം വേണമല്ലോ. അതിനായി അദ്വാനി നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന SL ശക്തറിനെ സമീപിച്ചു. പുതിയ ചിഹ്നം നൽകാൻ സമയമില്ലെന്നും നിലവിലെ ചിഹ്നങ്ങളിൽ നിന്നും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ഉറപ്പിന്മേൽ BJPയുടെ പതാകയിലുണ്ടായിരുന്ന താമര ചിഹ്നം തന്നെ അനുവദിക്കപ്പെട്ട ചിഹ്നങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തു. അങ്ങനെ പാർട്ടിക്ക് ചിഹ്നവുമായി. ആദ്യകാല BJP സമ്മേളനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനം ബോംബെയിലെ സമ്മേളനമായിരുന്നു. അന്നാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി അടൽജി തന്റെ സുപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ നിർവഹിച്ചത്. വളഞ്ഞ വഴികൾക്കോ കൃത്രിമങ്ങൾക്കോ ഭാവി ഇവിടെ സ്ഥാനമില്ല. അധികാരത്തിന് വേണ്ടി മതം പിടിച്ചു നിൽക്കുന്നവർക്കോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നവർക്കോ BJPയിൽ സ്ഥാനമില്ല. ധൈര്യവും അഭിമാനവും ഇല്ലാത്തവർക്ക് ഡൽഹിയിൽ പോയി അടിയറവ് പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി നിർത്താതെ പ്രയത്നിക്കാനാണ് തീരുമാനം. ഷിറോഷ കൊട്ട്ലയിൽ അടൽജി നടത്തിയ തീപ്പൊരി പ്രസംഗത്തിൽ പാർട്ടിയിലെ അണികൾക്ക് ആവേശമായി. ഹാവിസ് അർപ്പിക്കപ്പെടുന്ന ഹോമാഗ്നി ജ്വലിച്ചുയരും പോലെ ഭാവി മുന്നിൽ കണ്ടോണം. ആ രാഷ്ട്രപുരുഷൻ വരാൻ പോകുന്ന ശോഭനമായ BJPയുടെ ഭാവി മുന്നിൽ കണ്ട് തറപ്പിച്ചു പറഞ്ഞു: അന്ധകാരം മാറും, സൂര്യൻ ഉദിക്കും, താമര വിരിയും. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഓൺ ലുക്കർ വീക്കിലിയുടെ എഡിറ്റർ ജനാർദ്ദനൻ താക്കൂർ അന്ന് എഴുതുകയുണ്ടായി: ബോംബെയിലെ BJP സമ്മേളനത്തിൽ നിന്നും ഞാൻ ഒരു ഉറപ്പോടെ തിരികെ എത്തി. അടൽ ബിഹാരി വാജ്പേയി ഉടനെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. ആകാൻ സാധ്യതയുണ്ടാകും എന്നല്ല അദ്ദേഹം പറയുന്നത്, ആകും എന്ന് തറപ്പിച്ച് പറയുന്നു. ആകാശത്തെ നക്ഷത്രങ്ങളുടെ ചലനങ്ങളുടെയോ ജ്യോത്സ്യം വഴിയോ അല്ല എന്റെ പ്രവചനം. വാജ്പേയി എന്ന മനുഷ്യരെ അന്ന് അവിടെ കൂടിയിരുന്ന ഓരോ പാർട്ടി പ്രവർത്തകരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ നിന്നുണ്ടായ ഉറപ്പാണ് എന്റെ പ്രവചനം. നിങ്ങൾ ഒരിക്കലും ഗംഗാ സമതലത്തിന് അപ്പുറം വളരില്ല എന്നൊരിക്കൽ മലയാളത്തിന്റെ കഥാകൃത്ത് OV വിജയൻ പണ്ട് രാജേട്ടനോട്, അതായത് O രാജഗോപാലിനോട് വെല്ലുവിളിച്ച് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഗംഗയിൽ ഒരുപാട് വെള്ളം ഒഴുകിയെന്നും ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദു ദേശീയത അതിന്റെ വിക്രാന്തത വീണ്ടെടുത്ത് ഇന്ന് കഴിവുറ്റ നേതൃനിരക്കൊപ്പം ഈ രാജ്യത്തിന്റെ ധർമ്മരഥം പായിക്കുകയാണ്.
ഗംഗയും യമുനയും ഭാരതപ്പുഴയും കാവേരിയും ബ്രഹ്മപുത്രയുടെ സമതലങ്ങളിൽ ഒന്നും ഇന്ന് BJPക്ക് തടസ്സങ്ങളല്ല. എല്ലായിടത്തും ഇരുകൈയോടെ സ്വീകരിച്ച മോശമായതിനെ അധാർമികമായതിനെ തള്ളിക്കളയുന്ന ഭാരതീയ സംസ്കാരം എന്ന BJPയുടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും ഹിന്ദു ദേശീയത അതിന്റെ വിക്രാന്തത വീണ്ടെടുത്ത് ഇന്ന് കഴിവുറ്റ നേതൃനിരക്കൊപ്പം ഈ രാജ്യത്തിന്റെ ധർമ്മരഥം പായിക്കുകയാണ്. ഗംഗയും യമുനയും ഭാരതപ്പുഴയും കാവേരിയും ബ്രഹ്മപുത്രയുടെ സമതലങ്ങളൊന്നും ഇന്ന് BJPക്ക് തടസ്സമല്ല. എല്ലാത്തിനെയും ഇരുകൈയോടെ സ്വീകരിച്ച് മോശമായതിനെ അധാർമികമായതിനെ തള്ളിക്കളയുന്ന ഭാരതീയ സംസ്കാരം എന്ന BJPയെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ചേർക്കുന്നു. അധാർമികമായ പ്രത്യയശാസ്ത്ര ഭംഗന്തരങ്ങളെ പരീക്ഷണങ്ങൾക്ക് ശേഷം തള്ളിക്കളയുന്നു. ചാണക പാർട്ടി എന്ന് വിളിച്ചും ഭാരതത്തിലെ ദക്ഷിണ ഭാഗത്ത് BJP വളരില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച പലരും ഇന്ന് BJPയിലാണ്. ഇന്ന് അവർക്ക് BJP ഭാരതത്തിലെ ദക്ഷിണ ഭാഗത്ത് എത്ര സീറ്റ് നേടുമെന്ന് മാത്രമേ സംശയമുള്ളൂ. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ് എന്ന് തെളിയിച്ച പ്രസ്ഥാനം ഇന്ന് സ്വപ്നം കാണുന്നതും ഉന്നം വെക്കുന്നതും ചെറിയ ലക്ഷ്യങ്ങളെയല്ല. ഈ രാജ്യം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇതേ പ്രൗഢിയോടെ മുന്നേറുമ്പോൾ പൂർവ്വസൂരികൾ പാടി നടന്ന ഗാനങ്ങൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് ഈ രാജ്യത്തിന് മനസ്സിലായി തുടങ്ങി. ഭാരതത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെയും അന്ത്യോദയ അവസാന പൗരനും സ്വയം പര്യാപ്തത യാഥാർത്ഥ്യമാകുമ്പോൾ ആ സ്വപ്നം സംഭവിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഹിന്ദു രാഷ്ട്രത്തിന്റെ യശസ് ഉയർന്നു നിൽക്കും. കടപ്പാട് ഫേസ്ബുക്ക് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.